ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങള് ഇന്ത്യ കണ്ട തന്നെ വലിയ മഹാപണ്ഡിതനായിരുന്നു. 4 മദ്ഹബിലും ഫത്വ കൊടുത്തിരുന്ന, ഹൈദരാബാദിലൊക്കെ മുഫ്തി ആയിരുന്ന വലിയ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാലിയാത്തി തങ്ങള് റഹ്മത്തുള്ളാഹി അലൈഹി. അവരവരുടെ അൽ ഇർഷാദാത്തുൽ ജിഫിരിയ ഫി റദ്ദി അല ളലാലാത്തി നജ്ദിയ എന്ന കിതാബില് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സംബന്ധിച്ച് അയാളുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗം വിശദീകരിക്കുന്നുണ്ട്. കാന ഫി ഇബ്തിദാഇ അംരി യത്ലുബുൽ ഇൽമ ബിൽ മദീനത്തിൽ മുനവ്വറ. മദീന മുനവ്വറയിലായിരുന്നു അയാളുടെ ആദ്യ സമയത്ത് ചെറുപ്പകാലത്ത് ഇൽമു പഠിച്ചിരുന്നത്, മദീന പള്ളിയിൽ. അന്ന് അയാളുടെ ഉസ്താദുമാർ ആരൊക്കെയായിരുന്നു? ഷാഫി മദ്ഹബിലെ തന്നെ പ്രസിദ്ധ പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ കുർദി തങ്ങള്. മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ കുർദി തങ്ങളായിരുന്നു ഒരു ഉസ്താദ്. ആരായിരുന്നു മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ കുർദി തങ്ങള്? ലോകപ്രസിദ്ധമായ ഫതാവൽ കുർദി എഴുതിയ മഹാനാണ്, അത് അവരുടേതാണ്. അതുപോലെ തന്നെ അൽ ഹാഷിയത്തുൽ കുബ്ര അൽ മിൻഹാജുൽ കവീം, ഇതൊക്കെ എഴുതിയ ഷാഫി മദ്ഹബിലെ തന്നെ പണ്ഡിതനാണ് ആര്? മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ കുർദി തങ്ങള്. അതുപോലെ തന്നെ മറ്റൊരു ഉസ്താദ് ഷെയ്ഖ് മുഹമ്മദ് ഹയാത്ത് സിന്ദി അൽ ഹനഫി, ഹനഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ മുഹമ്മദ് ഹയാത്ത് സിന്ദി തങ്ങളാണ് മറ്റൊരു ഉസ്താദ്. അഥവാ ഷർഹുൽ അൽ ഹികമിൽ അത്താഇയ, അത്താഉല്ലാഹു സിക്കന്ദരി തങ്ങളുടെ ഹിക്കമിനൊക്കെ ശർഹ് എഴുതിയ, അതുപോലെ ഇമാം ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ ഹിക്കമിനൊക്കെ ശർഹ് എഴുതിയ വലിയ മഹാപണ്ഡിതനായിരുന്നു ആര്? മുഹമ്മദ് ഹയാത്ത് സിന്ദി തങ്ങള്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്ന് വിട്ടുനിന്ന് സദാസമയം ഇൽമായിട്ട് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായിരുന്നു മുഹമ്മദ് ഹയാത്ത് സിന്ദി തങ്ങളൊക്കെ. അവരൊക്കെ ആയിരുന്നു ഇയാളുടെ ഉസ്താദുമാര്. അവരൊക്കെ ഇയാളുടെ പറ്റിയിട്ട് അന്ന് തന്നെ ഇയാളെ പറ്റിയിട്ട് ഇയാൾ പയച്ചു പോകും, ഇയാൾ പയപ്പിക്കും ആൾക്കാരെ എന്ന് പറഞ്ഞിരുന്നു. അതാണ് അവർ പറയുന്നത്. യഖൂലുൻ, അവർ പറയുമായിരുന്നു, സയളില്ലു ഹാദാ, ഇയാൾ പയച്ചു പോകും. ആര്? ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് പയച്ചു പോകും. വയളില്ലുല്ലാഹു ബിഹി, അള്ളാഹു ഇയാളെ കൊണ്ട് വഴികേടിലാക്കും. മൻ അബഅദഹു വഅഷ്ഖാഹു, അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരത്താക്കാൻ ഉദ്ദേശിച്ച, അള്ളാഹു പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ച ആളുകളൊക്കെ ഇയാളെ കൊണ്ട് അള്ളാഹു വഴികേടിലാക്കും എന്ന് പറഞ്ഞാൽ ഇയാളുടെ മാർഗം പിന്തുടരുന്നൊക്കെ എന്താകും? ഇയാളുടെ വഴി പിന്തുടർന്നവരൊക്കെ അള്ളാഹു പരാജയപ്പെടുത്താൻ ഉദ്ദേശിച്ചവരായിരിക്കും. അള്ളാഹു നമ്മുടെ ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ.